അപ്പൊ ഇന്ന് നമുക്ക് പേജ് നമ്പർ 76 ക്രിയാകാലം അതാണ് പഠിക്കാനുള്ളത് അല്ലേ? ക്രിയ എന്താണ് ക്രിയ? എന്താണ് ക്രിയ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ക്രിയ എന്നതുകൊണ്ട്? നമ്മൾ പഠിച്ചിട്ടുള്ള കർത്താവ്, കർമ്മം, ക്രിയ അല്ലെ? എന്താണ് ക്രിയ? ചെയ്യുന്ന കാര്യങ്ങളെ ക്രിയ അല്ലെ? ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? ക്രിയ. അപ്പൊ ക്രിയാകാലം ഇതിൽ പറയുന്നുണ്ട്. ക്രിയാകാലം നമുക്ക് നോക്കാം അല്ലെ? ലിസൺ ഹിയർ. കാലം ആദിയും അന്തവും ഇല്ലാതെ പ്രവഹിക്കുകയാണ്. ഓരോ സംഭവവും ഉണ്ടാകുന്ന മുഹൂർത്തം ഒരുപക്ഷെ ഒരു നിമിഷമായിരിക്കാം. പക്ഷെ അതിനു മുമ്പും പിമ്പുമുള്ള കാലം അനന്തമാണ്. സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ നാം വർത്തമാനകാലം എന്ന് പറയുന്നു. പൊട്ടുന്നു, വീഴുന്നു, ഉണ്ണുന്നു, ജീവിക്കുന്നു, ഭരിക്കുന്നു എന്നിവ വർത്തമാനകാലത്തിൽ പെടുന്നു. പൊട്ടി, വീണു, ഉണ്ടു, ജീവിച്ചു, ഭരിച്ചു എന്നിവ ഭൂതകാലമാണ്. പൊട്ടും, വീഴും, ഉണ്ണും, ജീവിക്കും, ഭരിക്കും എന്നിവയെ ഭാവി കാലം എന്നും പറയുന്നു. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? അതിൽ നിന്ന് കാലങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്താണ് വർത്തമാനം? ഏതൊക്കെയാണ് കാലങ്ങള്? വർത്തമാനം, ഭാവി, ഭൂതം അല്ലെ? ഭൂതം എന്ന് പറഞ്ഞാൽ എന്ത് കാല? ഭൂതകാലം. എന്താ ലക്ഷ്മിപ്രിയ? ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കഴിഞ്ഞു പോയ കാലം അല്ലെ? ഭൂതകാലം. ഓക്കെ, മനസ്സിലായോ? പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയതാണ് അല്ലെ? പാസ്റ്റ് ടെൻസ് ഇംഗ്ലീഷിൽ എന്താ പറയാ? അത് കഴിഞ്ഞതാണ് അല്ലെ? നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവി കാലാണ്, വരാൻ പോകുന്നതാണ്. ഏത്? ഭാവി കാലം. ഭാവി പ്രവചിക്കുക എന്നാലും നമ്മൾ പറയാറുണ്ട് അല്ലെ? ഭാവി, വരാൻ പോകുന്നത് പ്രവചിക്കാറ്, അതായത് ഭാവി കാലം. നെക്സ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലം എന്താണ്? വർത്തമാനകാലം. ഓക്കെ, വർത്തമാനം, പ്രസന്റ് ടെൻസ് അല്ലെ? ഇംഗ്ലീഷ് നിങ്ങൾ ടെൻസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടോ? ഓക്കെ. ഭാവി, ഭൂതം, വർത്തമാനം അല്ലെ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അങ്ങനെയല്ലേ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം, അതായത് ഭൂതകാലം. അതായത് നമുക്ക് സംഭവിച്ച എന്താണെന്ന് പറയാൻ പറ്റുമോ അല്ലെ? കഴിഞ്ഞത് നമ്മൾ ചെറുപ്പത്തിൽ ഇന്നത് ചെയ്തു, ഇപ്പൊ ഞാൻ ഇത്ര വയസ്സിൽ ഇന്നത് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? കഴിഞ്ഞ കാര്യങ്ങളല്ലേ അത്? നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യം. നെക്സ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലാണ് എന്ത്? വർത്തമാനകാലം. അതായത് ഇപ്പം ഈ പ്രസന്റ് ടെൻസ്, ഈ സമയത്ത് നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? വർത്തമാനകാലം. ഇനി വരാൻ പോകുന്നത്, അത് നമുക്ക് പ്രവചിക്കാനേ പറ്റൂ അല്ലെ? ഉറപ്പ് പറയാൻ പറ്റുമോ? ഇന്നതൊക്കെ നമുക്ക് ആവാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അത് വരാൻ പോകുന്നതാണ്. അതുകൊണ്ട് എന്താണത്? ഭാവി കാലാണ് അല്ലെ? അപ്പൊ അതാണ് കാലങ്ങൾ. ഏതൊക്കെ? ഭൂതം, വർത്തമാനം, ഭാവി. ഓക്കെ, ക്ലിയർ അല്ലേ? 3 കാലങ്ങൾ ഏതൊക്കെയാ? ഭൂതം, വർത്തമാനം, ഭാവി. ഓർമ്മിച്ചു നോക്കണേ കാലങ്ങൾ. ഓക്കെ, അപ്പോ കാലം എന്താ? മെയിൻ ആയിട്ട് കാലത്തിനെ പറ്റിയാ പറഞ്ഞത്. എന്ത്? കാലം ആദിയും അന്തവും ഇല്ലാതെ പ്രവഹിക്കുകയാണ് അല്ലെ? ആദിയും ഇല്ല, അന്തവും ഇല്ലാതെ പ്രവഹിക്കുകയാണ്, ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവവും ഉണ്ടാകുന്ന മുഹൂർത്തം ഒരു പക്ഷേ ഒരു നിമിഷമായിരിക്കാം അല്ലെ? പെട്ടെന്ന് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മളിപ്പോ വഴിയെ നടന്നു വരുമ്പോ നമ്മളൊന്ന് വീണ പൊട്ടും അല്ലെ? ഇല്ലേ? സംഭവിച്ചുണ്ടായിണ്ടോ? ഇല്ലല്ലോ. ഉണ്ടായോ മക്കളെ? ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഈ അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, എന്തും സംഭവിക്കാം. അപ്പോ എന്താ പറഞ്ഞേ? കാലം ആദിയും അന്തവും ഇല്ലാതെ പ്രവഹിക്കുകയാണ്. ഓരോ സംഭവവും ഉണ്ടാകുന്ന മുഹൂർത്തം ഒരു പക്ഷേ ഒരു നിമിഷമായിരിക്കാം, ഒറ്റ ഒരു നിമിഷത്തിലായിരിക്കാം ഇത് സംഭവിക്കുന്നത്. പക്ഷേ അതിനു മുമ്പും പിമ്പുമുള്ള കാലം അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാത്തത് അല്ലെ? സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ നാം വർത്തമാനകാലം എന്ന് പറയുന്നു അല്ലെ? അപ്പൊ ഇപ്പൊ ഉണ്ടാകുന്ന സംഭവത്തെ നാം എന്താ പറയാ? വർത്തമാനകാലം എന്ന് പറയുന്നു. പൊട്ടുന്നു, വീഴുന്നു, ഉണ്ണുന്നു, ജീവിക്കുന്നു, ഭരിക്കുന്നു എന്നിവ വർത്തമാനകാലം അല്ലേ?
പഠിക്കുന്നു എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പഠിക്കുന്നു അല്ലെ? അങ്ങനല്ലേ പറയുവാ? പഠിക്കുന്നു. ഇനിയിപ്പോ കുറച്ച് ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയലേ? പഠിച്ചു. വേറെ പീരീഡ് നടക്കുന്നതാണെങ്കിൽ പഠിക്കുന്നു പറയാ. അല്ലെങ്കിൽ എന്താ, നമ്മളിപ്പോ മലയാളം പീരീഡ് പഠിച്ചു കഴിഞ്ഞു, മലയാളം പഠിച്ചു കഴിഞ്ഞു അല്ലെ? പഠിച്ചു എന്ന് പറയാം. കഴിഞ്ഞു, കഴിഞ്ഞ കാര്യമാണത്, പഠിച്ചു എന്ന് പറയാം. അതാണ് പറഞ്ഞത്. പൊട്ടുന്നു, വീഴുന്നു, ഉണ്ണുന്നു, ജീവിക്കുന്നു, ഭരിക്കുന്നു എന്നിവ വർത്തമാനകാലത്ത്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ പെടുന്നു. ശ്രദ്ധിക്കണേ, പൊട്ടുന്നു, വീഴുന്നു, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിനാണ് വർത്തമാനകാലം എന്ന് പറയുന്നത്. ഉദാഹരണം, ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്നാൽ അത് ഏത് കാലത്തിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? പെടുന്നു, പൊട്ടി, അതായത് പൊട്ടുന്നു എന്നുള്ളതിന്റെ എന്താണ്? പൊട്ടി എന്ന് പറയുമ്പോ എന്താണ്? ഏത് കാല? ഓക്കെ, ഭൂതകാലം. എഡ്വിൻ കറക്റ്റ്, ഭൂതകാലം. അപ്പൊ പൊട്ടി എന്ന് പറയൂ അല്ലെ? അത് കഴിഞ്ഞു, അതുകൊണ്ട് പൊട്ടി. നെക്സ്റ്റ് വീഴുന്നു എന്താ പറയാ? വീണു. ഇപ്പൊ ഒരു മാങ്ങ വീണു അല്ലെ? വീണു. നെക്സ്റ്റ് നമ്മൾ ഉണ്ണുന്നു എന്നുള്ളതിന് ഉണ്ടു. ജീവിക്കുന്നു, ജീവിച്ചു അല്ലെ? ഭരിക്കുന്നു, ഭരിച്ചു എന്നിവ എന്താണ്? ഭൂതകാലത്തിലാണ് പെടുന്നത്. ഭൂതകാലത്തിൽ പെടും. അത് കഴിഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് അത് ഭൂതകാലത്തിൽ പെടുന്നു. പൊട്ടും, ഇനി അടുത്ത് വരാൻ പോകുന്നതിന് നാമ പറയേണ്ടത് പൊട്ടും, വീഴും, പിന്നെയോ ഉണ്ണും, ജീവിക്കും, ഭരിക്കും അല്ലെ? അതേ കാര്യങ്ങൾ തന്നെ പറയുമ്പോ അങ്ങനെയാ നമുക്ക് പറയാൻ പറ്റൂ അല്ലെ? അത് വരേണ്ട കാലാണ്, അതായത് ഭാവി കാലാണ്. ഭാവി കാലം എന്ന് പറയുന്നത്. അപ്പൊ ഭൂതം, ഭാവി, ഭൂതം, വർത്തമാനം, ഭാവി കേട്ടോ. 3 കാലത്തിൽ ഓർക്കണം. ഇനി അടുത്തത് കാലത്തിൽ അത്രേ പറയുന്നുള്ളൂ. ക്രിയാകാലം ഏതൊക്കെ കാലങ്ങളാണ്? ഭൂതം, വർത്തമാനം, ഭാവി. ഉദാഹരണവും തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? എന്താണ്? ഓർമ്മിച്ചു വെക്കണം. എങ്ങനെയാ? പൊട്ടുന്നു, വീഴുന്നു, ഉണ്ണുന്നു, ജീവിക്കുന്നു, ഭരിക്കുന്നു, ഇതൊക്കെ ഭൂതകാലത്ത് പെടുന്നു. അത് തന്നെ എങ്ങനെയാ? വീഴും, ഉണ്ണും, ജീവിക്കും, ഇതൊക്കെ ഏതാണ്? പൊട്ടി, വീണു, ജീവിച്ചു, ഭരിച്ചു എന്നിവ ഭൂതകാലത്ത്. അതിന് ഉദാഹരണങ്ങള്. പിന്നെ ഭാവി കാലത്തിന് ഉദാഹരണം പൊട്ടും, വീഴും, ഉണ്ണും, ജീവിക്കും, ഭരിക്കും എന്നിവ ഭാവി വരാൻ പോകുന്ന കാലത്തിനും എക്സാമ്പിൾ ആണ്. ഓക്കെ, അത്രയാണ് ആ കാലം എന്നുള്ളതില് ക്രിയാകാലം. ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കുക. കാലം ആദിയും അന്തവും ഇല്ലാതെ പ്രവഹിക്കുകയാണ്. ഓരോ സംഭവവും ഉണ്ടാകുന്ന മുഹൂർത്തം ഒരുപക്ഷെ ഒരു നിമിഷമായിരിക്കാം, പക്ഷേ അതിന് മുമ്പും പിമ്പുമുള്ള കാലം അനന്തമാണ്. സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ നാം വർത്തമാനകാലം എന്ന് പറയുന്നു. പൊട്ടുന്നു, വീഴുന്നു, ഉണ്ണുന്നു, ജീവിക്കുന്നു, ഭരിക്കുന്നു എന്നിവ വർത്തമാനകാലത്തിൽ പെടുന്നു. പൊട്ടി, വീണു, ഉണ്ടു, ജീവിച്ചു, ഭരിച്ചു എന്നിവ ഭൂതകാലമാണ്. പൊട്ടും, വീഴും, ഉണ്ണും, ജീവിക്കും, ഭരിക്കും എന്നിവയെ ഭാവി കാലം എന്നും പറയും. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ഒരു പാരഗ്രാഫ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മുറ്റുവിന, പറ്റുവിന. എന്താണ്? മുറ്റുവിന, പറ്റുവിന. വിന എന്നതിന് ക്രിയ എന്നർത്ഥം അല്ലെ? ക്രിയനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിയാകാലം. അപ്പൊ വിന എന്നതിന് ക്രിയ എന്നർത്ഥം. ആശയം പൂർണ്ണമായ ക്രിയയാണ് മുറ്റുവിന. ആശയം പൂർണ്ണമായ ക്രിയ, അതായത് പൂർണ്ണമായിരിക്കും ആശയം, അതിനെന്ത് പറയും? മുറ്റുവിന. ആശയം പൂർണ്ണമാക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും നാമത്തോടോ ക്രിയയോടോ പറ്റി നിൽക്കുന്നതാണ് പറ്റുവിന. മനസ്സിലായോ? ഏതെങ്കിലും നാമത്തോടോ ക്രിയയോടോ പറ്റി നിൽക്കുന്നതാണ് പറ്റുവിന. മുറ്റുവിന പറയുമ്പോൾ ആശയം പൂർണ്ണമായ ഒരു വാക്യായിരിക്കും, ക്രിയ ആയിരിക്കും. കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി. എന്താണ് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്? കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി. ഈ വാക്യത്തിൽ വാങ്ങി എന്നതിന് മുറ്റുവിന, കയ്യിലിരുന്ന, കടിക്കുന്ന എന്നിവ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന പറ്റുവിന. കൊടുത്ത് എന്നത് ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന പറ്റുവിന. ഓക്കെ, അതിന് മനസ്സിലായില്ലേ? ഒറ്റൊരു ഉദാഹരണത്തിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്ന്. മുറ്റുവിന, പറ്റുവിന. വിന എന്നതിന് ക്രിയ എന്നർത്ഥം. ആശയം പൂർണ്ണമായ ക്രിയയാണ് മുറ്റുവിന. ആശയം പൂർണ്ണമായ ക്രിയയാണ് മുറ്റുവിന. ആശയം പൂർണ്ണമാക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും നാമത്തോടോ ക്രിയയോടോ എന്ത് ചെയ്യുന്നേ? പറ്റി നിൽക്കുന്നതാണ്. ആ പേരിൽ തന്നെയുണ്ട്, പറ്റുവിന. ഓക്കെ, കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നതില് എങ്ങനെയാന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ? ഈ വാക്യത്തിൽ വാങ്ങി എന്നത് മുറ്റുവിന, പിന്നെയോ
കയ്യിലിരുന്ന അല്ലെങ്കിൽ കടിക്കുന്ന എന്നിവ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന പറ്റുവിനെയാണ്. കൊടുത്ത് എന്നത് ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന പറ്റുവിന. ഓക്കെ, അത്ര വരെ ക്ലിയർ ആണോ? ഗ്രാമർ അതിലൊന്നുമില്ല. മുറ്റുവിന പറ്റുവിന എങ്ങനെയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ക്രിയ കാലം മനസ്സിലായില്ലേ? ക്രിയയും കാലവും ക്രിയയിൽ ഏതൊക്കെ പറഞ്ഞു? മുറ്റുവിന പറ്റുവിന പറഞ്ഞു. കാലം ഏതൊക്കെയാ? ഭൂതം ഭാവി വർത്തമാനം അല്ലെ? 3 പറഞ്ഞു. അതിന് എക്സാമ്പിളും തന്നിട്ടുണ്ട് രണ്ടിലും. ആ പാരഗ്രാഫിൽ അത്രയേ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് വരുന്ന 5ാമത്തത് എന്താണ്? ചിഹ്നങ്ങൾ ആണ് നമുക്കിനി പഠിക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പേ നിങ്ങൾ ഈ പഠിച്ചതൊന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ഷഹബാസേ, ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ ഷഹബാസേ? ഓക്കെ, മിസ് ഇവിടെ തന്നെ ഉണ്ട്. എന്നെ കാണുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, വായിച്ചോ ഹന്ന, വായിച്ചോ. ക്രിയാകാലം. കാലം ആദ്യവും അന്ത്യവുമില്ലാതെ പ്രവഹിക്കുകയാണ്. ഓരോ സംഭവവും ഉണ്ടാകുന്ന മുഹൂർത്തം ഒരു പക്ഷേ ഒരു നിമിഷമായിരിക്കാം. പക്ഷേ അതിനു മുമ്പും പിൻപുമുള്ള കാലം അനന്തമാണ്. സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ നാം വർത്തമാനകാലം എന്ന് പറയുന്നു. പൊട്ടുന്നു, വീഴുന്നു, ഉണ്ണുന്നു, ജീവിക്കുന്നു, ഭരിക്കുന്നു എന്നിവ വർത്തമാന കാലത്തിൽ പെടുന്നു. പൊട്ടി, വീണു, ഉണ്ടു, ജീവിച്ചു, ഭരിച്ചു എന്നിവ ഭൂതകാലമാണ്. പൊട്ടും, വീഴും, ഉണ്ണും, ജീവിക്കും, ഭരിക്കും എന്നിവ ഭാവികാലം എന്ന് പറയുന്നു. മുറ്റുവിന പറ്റുവിന. വിന എന്നതിന് ക്രിയ എന്നർത്ഥം. ആശയം പൂർണ്ണമായ ക്രിയയാണ് മുറ്റുവിന. ആശ്രയം പൂർണ്ണമാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും നാമത്തോടോ ക്രിയയോടോ പറ്റി നിൽക്കുന്നതാണ് പറ്റുവിന. ഉദാഹരണം: കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി. ഈ വാക്യത്തിൽ വാങ്ങി എന്നത് മുറ്റുവിന. കയ്യിലിരുന്ന, കടിക്കുന്ന എന്നിവ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന പറ്റുവിന. കൊടുത്തു എന്നത് ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന പറ്റുവിന. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? എത്ര വരെ? ഓക്കെ, അടുത്തയിലേക്ക് പോയിക്കോട്ടെ. ഏഞ്ചൽ, എന്താ ഏഞ്ചൽ? ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന ഏഞ്ചലേ. ഓക്കെ, ഗ്രേസിന് അങ്ങനെ മിസ് കാണുന്നില്ലല്ലോ, ഒരു ലൈറ്റ് വന്നിട്ട്. ഓക്കെ, അപ്പൊ 5 ചിഹ്നങ്ങളാണ്. ചിഹ്നങ്ങൾ വിധിമട്ടിലോ നിഷേധമട്ടിലോ ഒരു വാക്യം അവസാനിച്ചു എന്ന് കാണിക്കാൻ വാക്യത്തിന്റെ അവസാനത്തിൽ ഒരു കുത്ത്, കുത്തറിയാലോ, ഫുൾ സ്റ്റോപ്പ് ഇംഗ്ലീഷ് പറഞ്ഞാല് കുത്ത്, ബിന്ദു ചേർക്കണം. ഇതിന് ബിന്ദു എന്ന് തന്നെയാണ് പേര് അല്ലെ? മലയാളത്തിൽ ബിന്ദു എന്നാണ് പറയുക. അല്ലെങ്കിൽ കുത്ത്, കുത്തറിയാലോ, കുത്ത്. ഇതിന് നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഫുൾ സ്റ്റോപ്പ് പറയും അല്ലേ? അപ്പൊ എങ്ങനെയാ? ഒരു വാക്യം വായിക്കുന്ന സമയത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ അതിന്റെ അർത്ഥം? കുറച്ചു നേരം നിൽക്കണം അല്ലേ ഒരു ഫുൾ സ്റ്റോപ്പിൽ, എന്നിട്ട് വേണം അടുത്ത വാക്യങ്ങൾ വായിക്കാൻ. അങ്ങനെയല്ലേ വായിക്കേണ്ടത്? അപ്പൊ എങ്ങനെയാ പറയുന്നത്? വിധിമട്ടിലോ നിഷേധമട്ടിലോ ഒരു വാക്യം അവസാനിച്ചു എന്ന് കാണിക്കാൻ അല്ലെ? ആ വാക്യം ഒരു ഫുൾ സ്റ്റോപ്പ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അവസാനിച്ചു എന്നാണ് അർത്ഥം അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. കുത്ത്, മലയാളത്തിൽ കുത്ത് അല്ലെങ്കിൽ ബിന്ദു എന്നാണ് പറയുക. ഫുൾ സ്റ്റോപ്പ് എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ വിധിമട്ടിലോ നിഷേധമട്ടിലോ ഒരു വാക്യം അവസാനിച്ചു എന്ന് കാണിക്കാൻ വാക്യത്തിന്റെ അവസാനത്തിൽ ഒരു കുത്ത് ചേർക്കണം. ഇതിന് ബിന്ദു എന്ന് തന്നെയാണ് പേര് അല്ലെ? ബിന്ദു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് എന്നായിരിക്കും നിങ്ങൾ പറയാറ്. ഉദാഹരണം: മഴ പെയ്തു, മഴ പെയ്തില്ല. കണ്ടോ നിങ്ങള്? മഴ പെയ്തു, അവിടെ ആ വാക്യം ആയി അല്ലേ? എന്നിട്ടോ മഴ പെയ്തില്ല, അവിടെയും കുത്തുണ്ട്. വാക്യം ചോദ്യ രൂപത്തിലാണെങ്കിൽ എന്താ ചേർക്കേണ്ടത് അവസാനം? വാക്യം ചോദ്യ രൂപത്തിലാണ് എന്താ ചേർക്കുക നമ്മള്? ചോദ്യചിഹ്നല്ലേ മക്കളെ? വാക്യം ചോദ്യ രൂപത്തിലാണെങ്കിൽ ചോദ്യചിഹ്നം എങ്ങനെ? ക്വസ്റ്റ്യൻ മാർക്ക്. ചോദ്യചിഹ്നം, അതിനാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അല്ലെ? ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ ഇടേണ്ടത് നിങ്ങൾക്ക് അറിയോ? ക്വസ്റ്റ്യൻ മാർക്ക് താഴെ ഇവിടെ തന്നിട്ടുണ്ട്. ഉദാഹരണം: മഴ പെയ്തോ. കണ്ടോ അവിടെ എക്സാമ്പിൾ കണ്ടോ? മഴ പെയ്തോ എന്ന് എഴുതിയിട്ട് കണ്ടോ? ഒരു ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അല്ലേ? ഓക്കെ, അതേപോലെ ഇവിടെ ഇതാ മഴ പെയ്തോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. മഴ പെയ്തോ, ഇല്ല അല്ലെങ്കിൽ ഉണ്ട്, ഇതാണ് അതിന്റെ ആൻസർ വരിക അല്ലെ? ഇന്നലെ മഴ പെയ്തിരുന്നോ അങ്ങനെ ചോദിക്കാറുണ്ടമ്മ അല്ലെ? പെയ്തായിരുന്നോ? ഓക്കെ, അതന്നെ. ഉദാഹരണം എന്താ? മഴ പെയ്തോ. നെക്സ്റ്റ് മഴ പെയ്തില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? മഴ പെയ്തില്ലേ എന്ന് ചോദിക്കും.
വാക്യം ഏതെങ്കിലും ഒരു വികാരം കൂടി സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ വികാര ചിഹ്നം അഥവാ ആശ്ചര്യ ചിഹ്നം ചേർക്കണം. എങ്ങനെയാ ആശ്ചര്യ ചിഹ്നം എന്ന് കണ്ടോ നിങ്ങള്? എക്സാമ്പിൾ കണ്ടോ? ഇന്നലെ എന്തൊരു മഴയായിരുന്നു. ഒരു ഇങ്ങനെ ഒരു വരയിട്ടൊരു കുത്ത് അല്ലേ? അതാണ് ആശ്ചര്യ ചിഹ്നം അല്ലേ? ഓ, അപ്പോ ഇന്നലെ എന്തൊരു മഴയായിരുന്നു, ഒരു ആശ്ചര്യത്തോടെ പറയുന്നതാണത്. അപ്പോ ആശ്ചര്യ ചിഹ്നം. എഡ്വിന്റെ മുഖത്ത് എന്താ പറ്റിയ? എഡ്വിൻ സൈക്കിള് ഓടിച്ചോണ്ട് പോകുമ്പോ മരത്തിലിട്ട് സൈക്കിള് കണ്ടോ? അത് കഴിഞ്ഞ കാര്യമാണ്. സൈക്കിൾ ഓടിച്ചപ്പോ എഡ്വിൻ ഇന്നലെ വീണു. അവിടെ എന്താ വന്നത്? വീണു. ഭൂതകാലാണ് അല്ലേ? അങ്ങനെയാണ് കാലം. അപ്പൊ ഭൂതകാലം കഴിഞ്ഞ കാര്യങ്ങളാണ്. വീണതിന്റെ പാട് കണ്ടോ? മുഖത്ത് രണ്ട് നല്ല പൊട്ട് വന്നിട്ടുണ്ട്, നല്ല ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഇന്നലെ എഡ്വിൻ സൈക്കിളിൽ കയറി നിലയിൽ ഉദാഹരണം അവിടെ കണ്ടോ? തെളിവുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഉദാഹരണം, ഇന്നലെ എന്തൊരു മഴയായിരുന്നു. അപ്പൊ എഴുത്തിൽ അവശ്യം ദീക്ഷിക്കേണ്ട ഒരു ചിഹ്നമാണ് അകലം അല്ലെ? രണ്ട് വേർഡ്സുകൾ തമ്മിൽ ഒരു അകലം നിങ്ങൾ കീപ്പ് ചെയ്യണം അല്ലെ? എങ്ങനെയാ? ഇപ്പൊ ഒരു പദം എഴുതി കുറച്ച് ഒഴിവാക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൂട്ടി അങ്ങ് വായിക്കും അല്ലെ? അതാണ് നീറ്റിൽ എഴുതുന്ന വരുന്നത്. ഇപ്പൊ നമ്മളൊരു ഇപ്പം കയ്യിലിരുന്ന കുറച്ച് വിട്ടു, കാശ് കുറച്ച് വിട്ടു, കൊടുത്ത്, അങ്ങനെയാ എഴുതേണ്ടത്. അതാണ് പറഞ്ഞത്. എഴുത്തിൽ അവശ്യം ദീക്ഷിക്കേണ്ട ഒരു ചിഹ്നമാണ് അകലം. ഓരോ വാക്കിലുമുള്ള അക്ഷരങ്ങൾ അടുപ്പിച്ചെഴുതുകയും വാക്കുകൾ തമ്മിൽ അകറ്റി എഴുതുകയും വേണം അല്ലെ? അപ്പൊ ഇപ്പം നമ്മള് എന്താണ് ഭാഷ, ഇപ്പൊ ഇതുണ്ടോ ഉദാഹരണം, ഇന്നലെ എന്തൊരു മഴയായിരുന്നു. അപ്പൊ ഇന്നലേന്ന് അടുപ്പിച്ചെഴുതണം, എന്നിട്ട് കുറച്ച് വിട്ടു. എന്തൊരു അടുപ്പിച്ചെഴുതണം, മഴയായിരുന്നു. അതാ പറഞ്ഞത്. എന്താണ്? അക്ഷരങ്ങൾ അടുപ്പിച്ചെഴുതുകയും വാക്കുകൾ തമ്മിൽ അകറ്റി എഴുതുകയും വേണം അല്ലെ? ഒരു വാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് അവിടെ ഒരു അകലം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് പറഞ്ഞ അകലം. ജയരാജനോട് വരാൻ പറയൂ. അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടോ? ജയരാജനോട് ഒന്നിച്ച് എഴുതിയിട്ടുണ്ട് അടുപ്പിച്ചിട്ട്, എന്നിട്ടോ കുറച്ച് സ്പേസ് വിട്ടു. അപ്പോ എന്താണ്? ഒരു വാക്ക് കംപ്ലീറ്റ് ആയി. ജയരാജനോട് എന്ന് പറയുമ്പോൾ കുറച്ച് വിട്ടു, എന്നിട്ട് വരാൻ കുറച്ച് വിട്ടു. വരാൻ ഒന്നിച്ച് എഴുതണം. പറയൂ എന്ന വാക്യം ജയരാജനോട് വരാൻ പറയൂ എന്ന് എഴുതിയാൽ പറ്റില്ലല്ലോ. ഉപ്പ് മുളക് തിപ്പല്ലി എന്നത് ഉപ്പ് മുള കൂതിപ്പല്ലി. കണ്ടോ നിങ്ങളെ? തെറ്റാണ്, വളരെ വളരെ തെറ്റാണ്. ഒന്നിച്ച് എഴുതേണ്ട കാര്യം നമ്മൾ ഒന്നിച്ച് തന്നെ എഴുതണം എന്നില്ലേ? ഉദാഹരണമാണ് അവിടെ തന്നിട്ടുള്ളത്. ഉപ്പ് മുളക് തിപ്പല്ലി എന്ന് എഴുതേണ്ടത് ഉപ്പു മൂള കൂതി ഉപ്പല്ലി എന്ന് എഴുതിയാലോ? തെറ്റാണത് വാക്കുകൾ. ഉണ്ട്, അതാണ് പറഞ്ഞത്. അത് നമുക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല, അത് മനസ്സിലാവുകയും ചെയ്യില്ല. ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ ഇങ്ങനെ ഉപ്പു മൂള, ഇത് ഒന്നിച്ച് എഴുതുമ്പോ ഇതാണ് മുളക്, വേറെ എഴുതണം. ഉപ്പ് മുളക് തിപ്പല്ലി എന്നാണ് എഴുതേണ്ടത്. അതെന്താ എഴുതിയത് ഇവിടെ? ഉപ്പു മുള കുതി ഇപ്പല്ലി എന്ന് എഴുതിയാൽ കഷ്ടമായി. കണ്ടോ? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഒരു വേർഡ്സ് എഴുതുമ്പോ അന്നൊക്കെ ചിരി വരുന്നത് വേണ്ടിട്ട്. അപ്പൊ ഒരു വേർഡ്സ് എഴുതുമ്പോ നമ്മള് ആ വേർഡ്സ് ഒന്നിച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഒരു അകലം വിടണം, എന്നിട്ട് അത് എഴുതണം. അല്ലെങ്കിൽ വാക്യേ വേറൊന്നായി മാറിപ്പോവും അല്ലേ? അതാണ് പറഞ്ഞത്. അകലം സൂക്ഷിക്കണം അല്ലെ? അപ്പൊ അക്ഷരങ്ങൾ അടുപ്പിച്ച് എഴുതുകയും വാക്കുകൾ തമ്മിൽ അകറ്റി എഴുതുകയും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അർത്ഥേ മാറിപ്പോവും കേട്ടോ. അപ്പൊ മനസ്സിലായോ? ചിഹ്നങ്ങൾ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഫുൾ സ്റ്റോപ്പ് പഠിച്ചു, ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ ആശ്ചര്യ ചിഹ്നം, പിന്നെന്താണ് പറഞ്ഞത് നമ്മള്? ഒരു വാക്കുകൾ തമ്മിൽ അകലം സൂക്ഷിക്കണം എന്നും പറഞ്ഞു അല്ലെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചിട്ട് എഴുതണം അല്ലെ? ചിഹ്നങ്ങൾ എങ്ങനെയാണ്? ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അത് അവിടെ നിർത്തണം. നിങ്ങൾ പാഠം വായിക്കുമ്പോൾ തന്നെ ഇപ്പം വായിച്ചു വരുമ്പോൾ ഞാനതാ പറഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലേ ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുത്ത് കാണുമ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തേണ്ടതാണ്, അവസാനിപ്പിക്കേണ്ടതാണ്, എന്നിട്ട് തുടങ്ങേണ്ട. അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ചിഹ്നങ്ങള് വിധിമട്ടിലോ നിഷേധമട്ടിലോ ഒരു വാക്യം അവസാനിച്ചു എന്ന് കാണിക്കാൻ വാക്യത്തിന്റെ അവസാനത്തിൽ ഒരു കുത്ത് അല്ലെങ്കിൽ ബിന്ദു ചേർക്കണം. ഇതിന് ബിന്ദു എന്ന് തന്നെയാണ് പേര്. ഉദാഹരണം, മഴ പെയ്തു. അവിടെ കുത്ത് കണ്ടോ? മഴ പെയ്തില്ല, കുത്ത് കണ്ടോ? വാക്യം ചോദ്യരൂപത്തിലാണെങ്കിൽ അവസാനം ചോദ്യചിഹ്നം ചേർക്കണം. ഉദാഹരണം കണ്ടോ? താഴെ മഴ പെയ്തോ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, മഴ പെയ്തില്ലേ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. നെക്സ്റ്റ്, വാക്യം ഏതെങ്കിലും ഒരു വികാരം കൂടി സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ വികാര ചിഹ്നം അഥവാ ആശ്ചര്യ ചിഹ്നം
ചേർക്കണം. ആശ്ചര്യചിഹ്നം താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇന്നലെ എന്തൊരു മഴയായിരുന്നു, ഒരു വര വരച്ചിട്ട് ഒരു കുത്ത്, അതാണ് ആശ്ചര്യചിഹ്നം. എഴുത്തിൽ അവശ്യം വീക്ഷിക്കേണ്ട ഒരു ചിഹ്നമാണ് അകലം, അല്ലെ? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നർത്ഥം. ഓരോ വാക്കിലുമുള്ള അക്ഷരങ്ങൾ അടുപ്പിച്ച് എഴുതുകയും വാക്കുകൾ തമ്മിൽ അകറ്റി എഴുതുകയും വേണം. ജയരാജനോട് വരാൻ പറയൂ എന്ന വാക്യം ജയരാജനോട് വരാൻ പറയൂ. അപ്പൊ വേറെ തന്നെ ജയും രാജനും ആവും. അതുകൊണ്ട് ജയരാജൻ എന്ന് പറഞ്ഞാൽ ഒരു ആണുങ്ങളെ അല്ലേ? അപ്പൊ അത് അല്ലെങ്കിൽ ജയ രാജനോട് അങ്ങനെ ആയി പോവും, അല്ലെ? വരാൻ പറയൂ എന്ന് എഴുതിയാൽ പറ്റില്ലല്ലോ. അതുപോലെ ഉപ്പ് മുളക് തിപ്പല്ലി എന്നത് ഉപ്പു മുള കുതി ഇപ്പല്ലി എന്ന് എഴുതിയാൽ കഷ്ടമായി, എന്ന് എഴുതിയാലും കഷ്ടമായി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ അടുപ്പിച്ച് എഴുതുകയും വാക്കുകൾ തമ്മിൽ ഒരു അകലം സൂക്ഷിക്കുകയും വേണം എഴുതുന്ന സമയത്ത്. ഓക്കെ, അത്ര വരെ ക്ലിയർ ആയില്ലേ? ഇനി ഇത് ഈ ചിഹ്നങ്ങളൊന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ഷഹബാസ് ഒന്ന് വായിച്ചേ. ഷഹബാസേ, ചിഹ്നങ്ങൾ. ചിഹ്നങ്ങൾ വിധി മടിലോ വിധി മട്ടിലോ നിഷേധമട്ടിലോ ഒരു വാക്യം അവസാനിച്ചു എന്ന് കാണിക്കാൻ വാക്യത്തിന്റെ അവസാനത്തിൽ ഒരു കുത്ത് അല്ലെങ്കിൽ ബിന്ദു കാണാം. ഇതിന് ബിന്ദു എന്ന് തന്നെയാണ് പേര്. ഉദാഹരണങ്ങൾ: മഴ പെയ്തു, മഴ പെയ്തില്ല. വാക്യ ചോദ്യ രൂപത്തിലാണെങ്കിൽ അവസാനം ചോദ്യ ചിഹ്നം ചേർക്കണം. ഉദാഹരണം: മഴ പെയ്തോ, മഴ പെയ്തില്ലല്ലോ, പെയ്തില്ലേ. വാക്യം ഏതെങ്കിലും ഒരു വികാരം കൂടി സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ വികാര ചിഹ്നം അഥവാ സഞ്ചാര ചിഹ്നം ചേർക്കണം. ആശ്ചര്യ ചിഹ്നം ചേർക്കണം. ഉദാഹരണം: ഇന്നലെ എന്തൊരു മഴയായിരുന്നു. എഴുത്തിൽ ആവശ്യം ദിശിക്കേണ്ട ഒരു ചിഹ്നമാണ് അകലം. ഓരോ വാക്കിലുമുള്ള അക്ഷരങ്ങൾ അടുപ്പിച്ചെഴുതുകയും വാക്കുകൾ തമ്മിൽ അകറ്റി എഴുതുകയും വേണം. ജയരാജനോട് വരാൻ പറയൂ. എന്റെ വാക്യം ജയരാജനോട് വരാൻ പറയൂ എന്ന് എഴുതിയാൽ പറ്റില്ലല്ലോ. ഉപ്പ് മുളക് തിപ്പല്ലി എന്നത് ഉപ്പ് മുളക് കുതി പല്ലി എന്ന് എഴുതിയാലും കഷ്ടമായി. ഓക്കെ, അത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച. എല്ലാവർക്കും ക്ലിയർ ആണോ? അത് ഏതൊക്കെ ചിഹ്നങ്ങളാണ് ചേർക്കേണ്ടത് എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്രിയാകാലം, പിന്നെന്താ മുറ്റുവിന പറ്റുവിന പഠിച്ചു. അതിൽ ക്രിയാകാലത്ത് തന്നെ പിന്നെ ചിഹ്നങ്ങൾ, അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? 5 അഞ്ചാമത്തേൽ ഇപ്പൊ നമ്മൾ എത്തി, അല്ലെ? 1 അക്ഷരമാല, 2 1 അക്ഷരമാല. മനസ്സിലായോ? ഇത് ആദ്യം നമ്മൾ പഠിച്ചത് അക്ഷരമാല, രണ്ടാമത് നമ്മൾ പഠിച്ചത് വാക്യം. ഓക്കെ, വാക്യം കണ്ടോ? 1 അക്ഷരമാല, 2 വാക്യം, 3 നാമം ക്രിയ വിശേഷണം. ഓക്കെ, നാമം ക്രിയ വിശേഷണം. 4 ക്രിയാകാലം. ഓക്കെ, ഇന്ന് പഠിച്ചത് ക്രിയാകാലം. 5-മത്തത് ചിഹ്നങ്ങൾ. ഇത്രയും കാര്യങ്ങള് നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി നമുക്ക് പദ്യവും താളവും 6-മത്തത്, പിന്നെ
പദ്യത്തിന്റെ ശബ്ദഭംഗി. ഇത്രയും കാര്യങ്ങളെ ആ വ്യാകരണത്തിൽ ഇനി പഠിക്കാനുള്ളൂ. ഓക്കെ, അതിൽ നമ്മളെ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്താണ്ടോ, അക്ഷരമാലയിൽ എന്തൊക്കെയാണ്? അക്ഷരത്തിന്റെ ചിത്രരൂപത്തിനാണ് ലിപി എന്ന് പറയുന്നത്. ഭാഷയുടെ ഏറ്റവും ചെറിയ അംശമാണ് അക്ഷരം. ഈ രണ്ട് കാര്യങ്ങൾ അതിൽ മെയിൻ ആയിട്ട് പറയാനുണ്ട് അല്ലേ. പിന്നെ വരുന്നത് ഏതൊക്കെയാ? സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, അനുസ്വാരം, വിസർഗം, ചില്ലുകള്, സ്വരചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങള് അല്ലെ. അത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് വാക്യാണ്. വാക്യം എന്നാൽ എന്ത്? വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം അല്ലെ. വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. ഓക്കെ, അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു. അതിൽ നമ്മൾ ഏതൊക്കെ വാക്യങ്ങൾ പഠിച്ചു? വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം, 3 തരം വാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട് വാക്യത്തിൽ. നെക്സ്റ്റ് ആഖ്യാതം അതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന് ഉദാഹരണങ്ങളും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ നാമം, ക്രിയ, വിശേഷണമാണ്. അതിൽ നമ്മൾ ഏതാണ് നാമം, ക്രിയ ഏതാണ്, വിശേഷണം ഏതാണ് എന്നൊക്കെ പഠിച്ചു. അതിന് എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ പഠിച്ചത് ലിംഗം അല്ലെ. ലിംഗം, വചനം, വിഭക്തി അല്ലെ. ലിംഗം, വചനം, വിഭക്തി. എന്താണ് ലിംഗം എന്ന് പറഞ്ഞാലോ അറിയാലോ? ആൺ പെൺ വസ്തുക്കളെ ആണ്, പെണ്ണ്, പിന്നെയോ ആ 2 വർഗത്തിലും പെടാത്തത്, അതായത് നപുംസകലിംഗം എന്നിങ്ങനെ തിരിക്കുന്നതാണ് എന്ത്? ലിംഗം അല്ലെ. അച്ഛൻ, അമ്മ, അങ്ങനെ കുറെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് വചനമാണ്. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം അല്ലെ. എന്താണ്? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. ഒന്ന്, പലത് എന്ന് 2 തരത്തിലാണ് മലയാളത്തിലെ നാമങ്ങൾ വിഭജിക്കുന്നുള്ളൂ എന്നും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണം തന്നിട്ടുണ്ടായിരുന്നു. അധ്യാപകൻ, അധ്യാപക, സ്ത്രീ, സ്ത്രീകൾ, ഞാൻ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അവിടെ. പിന്നെ നെക്സ്റ്റ് വിഭക്തിയാണ് പറഞ്ഞത്. നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി അല്ലെ. എന്താണ് വിഭക്തി? നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന അല്ലെ പ്രത്യയത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത് എന്ന് പഠിച്ചു. ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചാണ് 4ാമത്തെ ക്രിയ, കാലം അല്ലെ. കാലം ഏതൊക്കെയാണ്? 3 തരാണെന്ന് പറഞ്ഞു. ഏതൊക്കെ? ഭൂതം, വർത്തമാനം, ഭാവി. അതിനൊക്കെ എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറ്റുവിന, പറ്റുവിന ക്രിയയിൽ അല്ലെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5ാമത്തെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ചിഹ്നങ്ങൾ. ചിഹ്നങ്ങൾ ഏതൊക്കെ? ചിഹ്നങ്ങൾ ഫുൾ സ്റ്റോപ്പ്, കുത്ത് അല്ലെ, കുത്ത്, ബിന്ദു, അല്ലെങ്കിൽ പിന്നെയോ ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ കാര്യങ്ങള്, പിന്നെ അകലം അല്ലെ. 2 വാക്കുകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് എഴുതേണ്ടത്, സൂക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലായി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങളും ഇതുവരെ പഠിച്ചതും ഗ്രാമർ പോർഷൻ വായിക്കണം. ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ ഒക്കെ ഡെഫിനിഷൻ പഠിക്കണം. ഏത്? ഓരോന്നും. എന്താണ് വചനം, എന്താണ് നാമം, എന്താണ് ക്രിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇപ്പം എന്താണ്? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് ഡാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണം എന്താണ് വചനമാണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വൈകുന്നേരം ബാക്കിയും കൂടെ പഠിക്കാൻ ഒരു പീരീഡും കൂടി നമുക്കുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ആ ബാക്കിയും കൂടെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 16ാമത്തെ പാഠത്തിന്റെ എക്സാം ആണ്. എല്ലാവരും നല്ലതുപോലെ പഠിച്ചിട്ട് വരണം. ഓക്കെ, ബൈ ഗോഡ്വിൻ. ബൈ ഗോഡ്വിൻ. കുറെ സമയമായിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് വെള്ളിയാഴ്ചയാണോ പീരീഡില്? അടുത്ത വെള്ളിയാഴ്ച. ഓക്കെ, അപ്പൊ അന്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല നീറ്റിൽ നിങ്ങൾക്ക് ഒരാഴ്ച ഓക്കെ നല്ലതുപോലെ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പഠിക്കാൻ ഉണ്ടാവില്ല. ബാക്കിയുള്ള സബ്ജക്ട്സ് അല്ലേ കുറച്ചധികം കൂടുതൽ പഠിക്കാനുണ്ടാവും. കഴിയാത്ത ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, ചില സബ്ജക്റ്റിൽ ഒരുപാട് ഉണ്ട്, അതുകൊണ്ടാണ് കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ ബൈ, സി യു. ബൈ. കാണാൻ പറ്റുന്നില്ല അല്ലെ? എവിടെയോ മുഹമ്മദ് പോയിട്ട് ഇപ്പം കേറി വന്നിട്ടുണ്ട് അല്ലേ മുഹമ്മദേ? പോയിട്ടൊന്നുമില്ല, ഇവിടെ ഉണ്ടായിരുന്നോ? ക്ലാസ്സിലുണ്ടായിരുന്നോ മുഹമ്മദ്? ഇപ്പൊ കുറച്ചു നേരം സമയം ഉണ്ടായിനി. അതെയാ? ഇന്നെന്തേ ഒച്ചപ്പാടൊന്നും കേട്ടില്ലല്ലോ.
ഓക്കെ എന്നാല് ബൈ കേട്ടോ. നല്ലപോലെ പഠിച്ചിട്ട് വരണേ അടുത്ത ക്ലാസ്സില്. ഓക്കെ. എനക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മിസ്സിനെ കാണാൻ പറ്റുന്നില്ലടാ, ഇതില് ശരിയില്ല ക്യാമറ. ഞാൻ തുള്ളുന്നതല്ല. വെബ് ക്യാമറ എടുത്തിട്ട് വന്നു, അതും പോരാ, ശരിയാവുന്നില്ല. തുള്ളുന്ന ക്യാമറ മിസ്സേ? അല്ലടാ, ഇതിന്റെ തന്നെയാണ് ലാപ്ടോപ്പിന്റെ, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. ഓക്കെ എന്നല്ലേ? മറ്റേത് തുള്ളുന്ന തന്നെ വെബ്. ഓക്കെ ബൈ. താങ്ക് യു.